കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആദ്യമായി ജോലിക്ക് പോകുന്ന നിധിയെ സർപ്രൈസായി പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കി യാത്രയാക്കുകയാണ് കിളിക്കൂട്ടിലുള്ളവർ. ആ യാത്രയ്ക്കിടയിൽ സുധീഷ് നിധിയോടായി ജോലി കിട്ടിയ കാര്യം വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കെ നിധിയും ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവരോട് പറയുന്നത്? ജോലി കിട്ടിയ ആദ്യ ദിവസം അത് കിട്ടരുതെന്ന് ഉറപ്പിച്ച് സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞവരോടുള്ള പ്രതികാരം കാണിച്ചല്ല മനസ്സിന് സുഖം കണ്ടെത്തേണ്ടത്. പകരം അത് നേടിയെടുക്കാൻ കൂടെ നിന്നവരോട് താങ്ക്സ് പറയുക വേണ്ടതെന്നവൾ പറയേ ചിരിയോടെ ഡ്രൈവ് ചെയ്യുകയാണ് സുധീഷും. നിധി വീണ്ടും പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ എനിക്ക് സുധീഷിനോട് താങ്ക്സ് പറയാനുള്ളൂ. സുധീഷല്ലേ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതെന്ന്. അത് കേൾക്കെ സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്, അതെ അതെ, ഇന്റർവ്യൂവിന് കൂട്ടിക്കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നു അല്ലേ എന്ന്. അതുമാത്രമല്ല, ഇടയ്ക്ക് ഞാൻ ജോലിയെക്കുറിച്ച് ആലോചിക്കാതിരുന്ന സമയത്തെല്ലാം എന്തിനു വേണ്ടിയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതെന്ന് സുധീഷ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് നിധി സന്തോഷത്തോടെ പറയേ സുധീഷും പറയുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ എന്നെ വെല്ലാൻ ആളില്ല. ഒരാളെ പുഷ് ചെയ്ത് അയാളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ഞാൻ സഹായിക്കും എന്നവൻ പറയേ നിധിയും പറയുന്നുണ്ട്, ഞാൻ സുധീഷിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്നത് എന്തിനാ? സുധീഷും പറയുകയാ, അതല്ല നിധി, ഈ ലോകം തന്നെ അങ്ങനെയല്ലേ. മോശപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഈ നാട് മുഴുവൻ അറിയും. നല്ല കാര്യങ്ങളൊന്നും പുറത്തു വരികയേയില്ല. അവന് നേരെ കൈകൂപ്പിക്കൊണ്ട് നിധിയും പറയുകയാ, മതി, ഒന്ന് നിർത്ത്. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. ഈ വിഷയം നമുക്ക് വിടാമെന്ന്. ചമ്മലോടെ ശരി നിധിയെന്ന് പറഞ്ഞ് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, താൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇവൾക്ക് ഇഷ്ടാവോ, ഇവളത് വാങ്ങോ എന്നൊക്കെ. ഒരു പരുങ്ങലോടെ അവൻ നിധിയോടായി പറയുന്നുണ്ട്, നിധി, ഞാനൊരു ഗിഫ്റ്റ് തരാം. അത് വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക്, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടരുതെന്ന്. ഇതിനിത്ര വളച്ചു കെട്ടി പറയാനുണ്ടോ എന്ന് നിധി ചോദിക്കേ. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വരാറില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ദേഷ്യം വരാറുണ്ടോ? അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ പോവുകയാണോ എന്നവൾ ചോദിക്കേ. മതി നിധി എന്ന് പറഞ്ഞ് സുധീഷ് ആ ഗിഫ്റ്റ് നിധിയുടെ നേരെ നീട്ടുകയാ. എന്താ ഇതെന്ന് അമ്പരപ്പോടെ നിധി ചോദിക്കേ. നിധി ആദ്യമായി ജോലിക്ക് പോവുകയല്ലേ, അതാ നിധിക്കായി ഒരു ഗിഫ്റ്റ് വാങ്ങിയത്. ഒരുപാട് വിലയുള്ളതൊന്നുമല്ല, എന്നെ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന രീതിയിലൊരു ഗിഫ്റ്റ് എന്നവൻ പറയേ. ഇതിനകത്ത് എന്താ എന്ന് നിധിയും. അത് തുറന്നു നോക്കിയാൽ അറിയാലോ എന്ന് സുധീഷ് പറയേ. നിധി ആ ഗിഫ്റ്റ് തുറക്കാനായി തോന്നുകയാ. സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? എനിക്കിത് ഇഷ്ടമല്ല. എല്ലാം കേൾക്കാൻ റെഡിയായി നിന്നോ. വാച്ച് വാങ്ങിയ കടയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് തിരികെ കൊണ്ടുവന്ന ക്യാഷ് തരണമെന്ന്. നിധി വേണ്ടാന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ഇത് കൊടുത്ത് ക്യാഷ് തിരികെ വാങ്ങണം എന്നൊക്കെ അവൻ ആലോചനയോടെ ഡ്രൈവ് ചെയ്യേ നിധിയും ആ ഗിഫ്റ്റ് തുറന്ന് അതിനകത്തെ ഗിഫ്റ്റായ ആ വാച്ച് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് നിധിയും. നന്നായിരിക്കുന്നു സുധീഷേ എന്നവൾ പറയേ. നിധിക്ക് ഇഷ്ടമായോ എന്ന് സുധീഷും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി സുധീഷേ, എനിക്കും ഇങ്ങനത്തെ ടൈപ്പ് വാച്ചുകളാണ് ഇഷ്ടം എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ സുധീഷും പറയുന്നുണ്ട്, നിധിക്ക് ഈ വാച്ച് ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഈ വാച്ച് വേണ്ടാന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിയുമെന്നാണ് കരുതിയത് എന്നവൻ പറയേ. ഒരു ചിരിയോടെ ആ വാച്ച് കയ്യിലേക്ക് കെട്ടി എങ്ങനെയുണ്ട് സുധീഷ് എന്ന് ചോദിക്കുന്നുണ്ട് നിധി. സുധീഷും സന്തോഷത്തോടു കൂടി നന്നായിട്ടുണ്ട് നിധി, നിധിയുടെ കയ്യിൽ ഈ വാച്ച് നന്നായി ചേരുന്നുണ്ടെന്ന് അവൻ പറയേ. നിധിയും താങ്ക്സ് പറയുകയാ. ഇനി അധികം സംസാരിക്കാതെ വണ്ടി ഓടിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് സുധീഷും വണ്ടി ഓടിച്ചു പോവുകയാ. പിന്നെ അവരാ കമ്പനിയിലെത്തുമ്പോഴേക്കും സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്, സൂപ്പർ വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്, തുടക്കം ഗംഭീരമാവട്ടെ എന്ന്. നിധിയും താങ്ക്സ് പറഞ്ഞ് സുധീഷിനോടായി സുധീഷിനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്നും താൻ ഇന്റർവ്യൂവിനല്ല ജോലിക്കാണ് പോകുന്നതെന്നും വൈകിട്ട് താൻ ഇറങ്ങുന്നതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാതെ പോയി ജോലി ചെയ്യാൻ നോക്കുന്ന നിധി പറയേ. ശരി നിധി എന്ന് സമ്മതിക്കുന്നുണ്ട് സുധീഷും. അങ്ങനെ അവൾ സുധീഷിനോട് ബായ് പറഞ്ഞു പോകുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അവൾ പോകുന്നത് നോക്കി നിൽപ്പാ. അങ്ങനെ അവൾ ആ കമ്പനിയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ദിവ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ നിധിയുടെ ചെയറെല്ലാം കാണിച്ചു കൊടുത്ത് നിധിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ ഒരു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും അവിടെ ടേബിളിൽ കേക്കെല്ലാം വെച്ച് നിധിയെ സന്തോഷത്തോടു കൂടി കൈയടിച്ച് വെൽക്കം ചെയ്യുകയാണ് MDയും ബാക്കിയുള്ള സ്റ്റാഫുകളും. നിധി അമ്പരപ്പോടെയും സന്തോഷത്തോടെയും നോക്കി നിൽക്കെ MDയും അവളെ വെൽക്കം ചെയ്ത് ഇതിവിടുത്തെ ഒരു പതിവ് രീതിയാണെന്നും പുതിയ സ്റ്റാഫിനെയെല്ലാം കേക്ക് മുറിച്ചാണ് വെൽക്കം ചെയ്യാറുള്ളതെന്നും MD പറയുമ്പോഴേക്കും MDയുടെ ഫ്രണ്ട് സിദ്ധാർത്ഥ് ആ റൂമിലേക്ക് വരികയാ. അവനെ കണ്ട് MD സന്തോഷത്തോടെ ഓടിച്ചെല്ലുമ്പോഴേക്കും സിദ്ധാർത്ഥവും MDയെ സന്തോഷപൂർവ്വം ഹഗ് ചെയ്ത് അവരുടെ ന്യൂ പ്രോജക്റ്റ് അപ്രൂവായ വിവരം അറിയിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ബോസ് സിദ്ധാർത്ഥ സാറെന്ന് ദിവ്യ നിധിക്ക് അയാളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
MD നിധിയെക്കുറിച്ച് സിദ്ധാർത്ഥിനോട് പറയുമ്പോഴേക്കും സിദ്ധാർത്ഥും അവളുടെ നേരെ കൈവീശി ഹായ് പറയുക. പിന്നീട് സിദ്ധാർത്ഥ് നിധിയുടെ അരികിലേക്ക് ചെന്ന് തന്നെ പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. നിധിയുടെ പ്രൊഫൈലെല്ലാം MD ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇത്തരം ടാലൻ്റ് ഉള്ള കുട്ടികളെയാണ് നമ്മുടെ കമ്പനിക്ക് ആവശ്യമെന്നും മികച്ചൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുവെന്നും പറയേ നിധിയും ഷുവർ സർ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് പറയുകയാണ്. അവൾക്ക് ബെസ്റ്റ് വിഷസ് എല്ലാം പറഞ്ഞ് അവളോട് കേക്ക് കട്ട് ചെയ്യാനായി പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അവളും സന്തോഷപൂർവ്വം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കുമായി നൽകുകയാണ്. പിന്നീട് ദിവ്യ അവളെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റാഫുകളെല്ലാം പരിചയപ്പെടുത്തി അവളുടെ ചെയറിലേക്ക് ഇരിക്കാനായി പറയുകയാണ്. അഭിമാനത്തോടെ ആ ചെയറിലിരിക്കെ നിധിയുടെ മനസ്സിലേക്ക് അച്ഛൻ തൻ്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞ കാര്യങ്ങളാണ് ഓടിയെത്തുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ചോ? എങ്ങനെയും സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത് ഞാൻ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുമെന്ന് അച്ഛനെ വെല്ലുവിളിച്ചത് അവൾ ഓർത്തെടുക്കുകയാണ്. അഭിമാനത്തോടെ കണ്ണ് നിറയുന്ന അവൾ ചുറ്റും നോക്കി സ്വയം പറയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം സാധിച്ചു. തിരുവനന്തപുരത്തെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറണമെന്ന ലക്ഷ്യം. കൺഗ്രാറ്റ്സ് നിധി. എന്നെക്കൊണ്ടൊന്നും കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഒരു നല്ല പൊസിഷനിലെത്തി കാണിച്ചു കൊടുക്കും ഞാൻ എന്നവൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് അവളുടെ മൊബൈലിലേക്ക് വിളിച്ച് ഓഫീസിലെ ആദ്യ ദിവസം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. സൂപ്പർ നികേഷേ, ഇവിടെ ഉള്ളവരെല്ലാം എൻ്റെ അതേ പ്രായത്തിലുള്ളവരാണെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും അവന് വിശദീകരിച്ചു കൊടുക്കേ. അതെല്ലാം കേട്ടുകൊണ്ട് ശരി ഏടത്തി അവിടെ ഓക്കെ ആണെന്ന് അറിയാനാ ഞാൻ വിളിച്ചത് എന്ന് പറയേ നിധിയും പറയുന്നുണ്ട്, നികേഷേ ഞാൻ ഓക്കെയാ, ഇതൊരു നല്ല കമ്പനിയാ, നീ ടെൻഷൻ ആവാതിരിക്കെന്ന് പറഞ്ഞ് നിധിയും ആ കോൾ കട്ട് ചെയ്യുകയാ. നിധി തൻ്റെ മുന്നിലുള്ള ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അങ്ങോട്ടെത്തിയ ദിവ്യ അതിൻ്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും എല്ലാം നിധിക്ക് പറഞ്ഞുകൊടുത്ത് ഓപ്പൺ ചെയ്ത് ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ആ കമ്പനിയുടെ പ്രോജക്ട്സും ഡിസൈൻസും എല്ലാം അതിലുണ്ടെന്നും അതെല്ലാം നിധിയോടൊന്ന് നോക്കാനായി പറയുന്നുമുണ്ട്. അവൾ അതെല്ലാം നോക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ മൊബൈലിലേക്ക് സുഭാഷ് ഏട്ടൻ വിളിക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടു കൂടി ആ കോൾ അറ്റൻഡ് ചെയ്യേ. ഞാൻ വിളിച്ചത് മോൾക്ക് ശല്യമായോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. ഇല്ല സുഭാഷ് ഏട്ടാ, ശല്യമൊന്നുമല്ലെന്ന് നിധി പറയേ. മോളെ, പുതിയ കമ്പനി എങ്ങനെയുണ്ട്? അവിടെയുള്ളവരെല്ലാം മോളോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഇല്ല സുഭാഷ് ഏട്ടാ, ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ജോയിനിങ് ഫോർമാലിറ്റീസ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ ലാപ്ടോപ്പിൽ ഡിസൈൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയേ. അത് ശരി, അവിടെ എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു 10-12 പേരേ ഉള്ളൂ. ഇതൊരു ചെറിയ കമ്പനിയാ എന്നവൾ പറയാ. ശരി മോളെ, അവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കേ. ഓക്കെയാണ് സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. മോൾ ആദ്യമായി ജോലിക്ക് പോയതല്ലേ, അതാ കാര്യങ്ങളെല്ലാം ഒന്ന് വിളിച്ച് അന്വേഷിക്കാമെന്ന് വെച്ചത് എന്ന് സുഭാഷ് പറയേ. അത് മനസ്സിലായി സുഭാഷ് ഏട്ടാ, ഇവിടെയുള്ള എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ദിവ്യ എന്ന പെൺകുട്ടി എൻ്റെ ഫ്രണ്ടുമായി എന്നവൾ പറയേ. ശരി മോളെ, ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷും കോൾ കട്ട് ചെയ്യുകയാ. പിന്നീട് നിധിയും ദിവ്യയും ഒന്നിച്ചിരുന്ന് കോഫി കുടിക്കുക. ആ സമയത്താണ് ഡ്രൈവിങ്ങിലായിരുന്ന സുധീഷും നിധി ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ചിന്തിച്ച് തൻ്റെ മൊബൈലെടുത്ത് അവൾ വിളിക്കുകയാ. സുധീഷിന്റെ കോളാണെന്ന് കണ്ട് നിധിയും ദിവ്യയോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് കോൾ എടുത്ത് ഹലോ സുധീഷേ എന്ന് പറയേ. നിധി, പുതിയ ഓഫീസെല്ലാം എങ്ങനെയുണ്ട്? സ്റ്റാഫുകളെല്ലാം നല്ല രീതിയിലാണോ പെരുമാറുന്നത്? എല്ലാം ഓക്കെ അല്ലേ എന്ന് അവൻ ചോദിക്കേ. എല്ലാം ഓക്കെയാ സുധീഷേ, ജോയിനിങ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു, സ്റ്റാഫിനെ എല്ലാം പരിചയപ്പെട്ടു. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ദിവ്യയും കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കെ സുധീഷും അത് കൊള്ളാലോ, എപ്പോഴാണ് നിധി ഓഫീസ് കഴിയുന്നത് എന്ന് ചോദിക്കേ. എന്തിനാ സുധീഷേ, ഞാൻ തന്നെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിധി പറഞ്ഞതായിരുന്നു, പക്ഷേ ഇന്ന് മാത്രം ഞാൻ വരാം. അടുത്ത ദിവസം മുതൽ നിധി തനിച്ചു വന്നാൽ മതി. നിധിക്കിപ്പോൾ റൂട്ടൊന്നും അത്ര പിടിയില്ലല്ലോ. നിധിയുടെ ആദ്യ ദിവസമല്ലേ, ടൈം പറഞ്ഞാൽ ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തിക്കോളാം എന്നവൻ പറയേ. നിധിയും പറയുന്നുണ്ട്, സുധീഷ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ തനിയെ അങ്ങോട്ട് ബസ്സിൽ വന്നോളാം. എത്ര നാൾ സുധീഷ് ഇങ്ങനെ എന്നെ കൊണ്ടുവിടുകയും കൊണ്ടുപോവുകയും ചെയ്യും? തനിയെ എല്ലാം ചെയ്ത് എനിക്കും ഒന്ന് പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞത് കണക്കിലെടുക്കാതെ സുധീഷ് വൈകുന്നേരം ഈ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടാൽ ഞാൻ പിന്നെ സുധീഷിനോട് മിണ്ടില്ല എന്നവൾ ദേഷ്യത്തോടെ പറയേ. സുധീഷും അത് സമ്മതിച്ച് ദേഷ്യപ്പെടാതെ നിധി ഓട്ടോയോ ടാക്സിയോ പിടിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ എന്നെ വിളിക്കണം. ശരിയെന്ന് പറഞ്ഞ് അവനും കോൾ കട്ട് ചെയ്യുകയാ. പിന്നീട് അവൾ തിരികെ ദിവ്യയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ദിവ്യയും ചോദിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നാണോ വിളിച്ചതെന്ന്. അതെ എന്ന് അവൾ പറയേ. ദിവ്യയും ചോദിക്കുക, നിധി ഒറ്റ മോളാണല്ലേ എന്ന്. അല്ല, തനിക്കൊരു ചേട്ടൻ കൂടിയുണ്ടെന്ന് നിധി പറയേ. ഒറ്റ മോളായതുകൊണ്ടാവും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നതല്ലേ
വീട്ടിൽ കൊഞ്ചിച്ചു വളർത്തിയത് കൊണ്ടാവും എന്നവൾ പറയേ. ഞാൻ ആദ്യമായി ജോലിക്ക് വന്നതല്ലേ, അതാ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് നിധി പറയേ. നിധിയുടെ സ്ഥലം എവിടെയാണെന്ന് ദിവ്യ ചോദിക്കുക. തക്കലയിലാണെന്ന് അവൾ പറയേ. അച്ഛനും അമ്മയും ജോബ് ഉണ്ടോന്ന് അവൾ ചോദിക്കുക. അച്ഛന് ബിസിനസ്സും അമ്മ ഹൗസ് വൈഫുമാണെന്ന് നിധി പറയേ. നാട് തക്കലയാണെന്നല്ലേ പറഞ്ഞത്, ഇവിടെ എവിടെയാ നിധി താമസിക്കുന്നതെന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സിന്റെ വീടുണ്ട്, അവിടെയാണ് താമസിക്കുന്നതെന്ന് നിധിയും. നിധിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ദിവ്യ ചോദിക്കെ പതർച്ചയോടെ അല്ലെന്ന് തീർത്തു പറയുക നിധിയും. ദിവ്യയും ചിരിയോടെ നോർമലായി താനൊന്ന് ചോദിച്ചതാ. നിധിയെ കണ്ടാലേ അറിയാം ഇപ്പോ കോളേജ് കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ എന്ന്. കണ്ടാൽ ചെറിയ പെൺകുട്ടിയാണെങ്കിലും ഇന്നത്തെ കാലത്ത് ലുക്ക് വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാ ചോദിച്ചത്, തെറ്റിദ്ധരിക്കല്ലേ എന്ന് ദിവ്യ പറയേ. അത് സാരമില്ലെന്ന് പറഞ്ഞ് നിധി കോഫി കുടിച്ചുകൊണ്ടിരിക്കേ. എന്നെക്കുറിച്ച് ചോദിക്കുന്നില്ലെന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അയ്യോ സോറി എന്ന് നിധി പറയേ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞ് തന്റെ ഫാമിലിയെക്കുറിച്ചും നാടിനെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഇവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് ദിവ്യ പറയേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതും പിന്നീട് വീട്ടിൽ വെച്ച് നടത്തിയ റിസപ്ഷനും എല്ലാം ഓർക്കെ നിധി ടെൻഷനോടെ മനസ്സിൽ പറയുന്നുണ്ട്. അന്ന് നടന്നത് കല്യാണമൊന്നുമല്ലല്ലോ, വെറുതെ ഓരോന്ന് ചിന്തിച്ച് ടെൻഷൻ ആവുന്ന എന്തിനാ, ഞാൻ കറക്റ്റ് തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് ദിവ്യ പറയുന്നതും കേട്ടിരിപ്പാ നിധിയും. പിന്നീട് ഓഫീസ് എല്ലാം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു വരികയാണ് ദിവ്യയും നിധിയും. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്നു വരുന്നതിനിടയിലാണ് അവരുടെ എതിരെ നടന്നു വന്ന ഒരു ഉത്തരേന്ത്യൻ സ്ത്രീയും നിധിയും തമ്മിൽ കൂട്ടിമുട്ടി നിധിയുടെ ബാഗും അവരുടെ കയ്യിലുണ്ടായിരുന്ന കവറും താഴോട്ട് വീഴുന്നത്. നിധി കുനിഞ്ഞതെടുക്കുമ്പോഴേക്കും അവരും അതെടുക്കാൻ സഹായിക്കുകയാ. അവരുടെ മുഖം കാണേ ഈ മുഖം താൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നിധിയും മനസ്സിലോർക്കുകയാ. അവർ താങ്ക്സ് പറഞ്ഞു പോകുമ്പോഴേക്കും നിധിയും സംശയത്തോടെ അവരെ തിരിഞ്ഞു നോക്കുകയാ. ദിവ്യയും എന്തു പറ്റിയെന്ന് ചോദിക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവളുടെ കൂടെ നടന്നു നീങ്ങുകയാണ് നിധിയും. നിധി വീണ്ടും സംശയത്തോടെ അവരെ തിരിഞ്ഞു നോക്കുകയാ. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ നിധിയും ദിവ്യയോടായി പറയുന്നുണ്ട്, ഞാൻ ആ സ്ത്രീയെ എവിടെയോ കണ്ടതുപോലെ, എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ലെന്ന്. അത് കേൾക്കെ ദിവ്യയും പറയുന്നുണ്ട്, ഇതിനു മുന്നേ ഞാൻ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നു, അവിടെ എനിക്ക് ശരിയായില്ല, ഈ കമ്പനി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിധി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ എന്നവൾ ചോദിക്കേ. നിധി വീണ്ടും സംശയത്തോടെ ആ സ്ത്രീയെ എവിടെയോ കണ്ടതുപോലെ എന്ന് പറയുകയാ. അത് കേൾക്കെ ദിവ്യയും പറയുന്നുണ്ട്, ചിലരുടെ മുഖം കണ്ടാൽ അങ്ങനെയാ, നമ്മൾ മുന്നേ എവിടെയോ കണ്ട പരിചയമുള്ളതുപോലെ ആയിരിക്കും, എവിടെയോ കണ്ടതുപോലെ ഉണ്ടെന്ന് എന്നോടും ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓഫീസിലുള്ളവരും പറഞ്ഞിട്ടുണ്ട്, നിധിക്കും അങ്ങനെ തോന്നിയതായിരിക്കും എന്നവൾ പറയേ. അത് ശരിയാവുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി നടന്നു നീങ്ങുകയാ. പിന്നീട് എടത്തി വരുന്നതും കാത്ത് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് നികേഷ്. നിധിയും ഒരു വണ്ടിയിൽ അങ്ങോട്ട് വന്നിറങ്ങുന്നുണ്ട്. നികേഷ് അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ നിധി നടന്നു നീങ്ങുമ്പോഴേക്കും ഏടത്തിന്ന് വിളിച്ച് നികേഷും പുറകെ ഓടിയെത്തുന്നുണ്ട്. അവൻ ഏടത്തിന്ന് ഉറക്കെ വിളിക്കേ. നിധിയും തിരിഞ്ഞു നിന്ന് നികേഷെ എന്ന് അമ്പരപ്പോടെ വിളിക്കേ. എന്താ ഇടത്തി കാണാത്തതുപോലെ പോകുന്നതെന്ന് നികേഷും. സോറി നികേഷെ, വഴിയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ടു, അവരെ എവിടെയോ കണ്ടതുപോലൊരു തോന്നൽ, എവിടെ വെച്ച് അവരെ കണ്ടതെന്ന് ആലോചിച്ച് നടക്കുന്നതിനിടയിൽ നിന്നെ കണ്ടില്ല. സോറി നികേഷെ എന്ന് നിധി പറയേ. അത് സാരമില്ല എടത്തി. ഏടത്തിക്ക് ഇന്ന് ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നികേഷ് ചോദിക്കുക. നല്ലതായിരുന്നു നികേഷെ. അങ്ങനെ നികേഷ് കോളേജിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നടന്നു നീങ്ങുമ്പോഴും നിധിയുടെ മനസ്സിൽ അപ്പോഴും ആ സ്ത്രീയുടെ മുഖമായിരുന്നു. അപ്പോഴാണ് അവൾക്ക് നികേഷ് അന്ന് ആ പഴയ പെട്ടിയിൽ നിന്നെടുത്ത അവന്റെ അമ്മയുടെ ഫോട്ടോയുടെ കാര്യം ഓർമ്മ വരുന്നത്. എന്തിനാ ഈ സ്ത്രീ എന്നെയും വെച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് നികേഷ് അച്ഛനോട് ചോദിക്കുന്നതും നിന്റെ അമ്മ നിന്നെ എടുത്തല്ലാതെ വേറെ ആരെങ്കിലും എടുത്ത് ഫോട്ടോ എടുക്കുമെന്ന് അച്ഛൻ ചോദിക്കുന്നതുമെല്ലാം ഓർക്കെ അത് അവരായിരുന്നില്ലേ എന്ന സംശയത്തിൽ നിധി ടെൻഷനോടെ തന്റെ ബാഗിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക. അവളുടെ ആ ടെൻഷനെല്ലാം കണ്ട് എടുത്തി ഓക്കെ അല്ലേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അതെ ഓക്കെ തന്നെയാണെന്ന് നിധി പറയേ. അല്ല ബസ്സിലും ഓട്ടോയിലും മാറി മാറി വന്നത് കൊണ്ടാണോ ഇങ്ങനെ ടയേർഡ് ആയിരിക്കുന്നതെന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ യാത്രയൊന്നും ചെയ്യാറുള്ളതല്ലോ, അതുകൊണ്ടാണ് ഇത്ര ക്ഷീണമെന്ന് പറഞ്ഞ് നിധി നടക്കാൻ തുടങ്ങുമ്പോഴേക്കും നികേഷും ഓരോന്നും സംസാരിച്ചുകൊണ്ട് അവളുടെ കൂടെ നടക്കുന്നുണ്ട്. നിധി അപ്പോഴും താൻ കണ്ടത് നികേഷിന്റെ അമ്മയെ അല്ലേ എന്ന സംശയത്തിൽ അന്ന് ആ ഫോട്ടോ കണ്ട് നികേഷ് ദേഷ്യത്തോടെ അച്ഛനെ ചോദ്യം ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് നടന്നു നീങ്ങുകയാണ്. പിന്നീട് സുഭാഷ് ജോലി കഴിഞ്ഞെത്തുമ്പോഴേക്കും നിധിയോട് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്നായിരുന്നുവെന്ന് നിധി പറയേ. വൈകുന്നേരം തന്നെ എത്തിയോന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതെ കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂവെന്ന് നിധി പറയേ. താൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും തനിച്ചു വന്നോളാമെന്ന് നിധിയാ പറഞ്ഞതെന്ന് സുധീഷും പറയുന്നുണ്ട്. തനിച്ചു വരുന്നത് നിധിക്ക് ഓക്കെയാണോ എന്ന് സുഭാഷ് ചോദിക്കേ. കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫും ബസ് സ്റ്റോപ്പ് വരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നികേഷ് എന്നെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു വന്നു എന്നവൾ പറയേ. ഏട്ടത്തി ആദ്യമായിട്ടാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊന്നുമല്ല, തക്കലയിലേക്കെന്ന് ഞാനും നികേഷും ബസ്സിലല്ലേ പോയത്.
എന്ന് നിധി ചോദിക്കേ. അതല്ല, ഈ നാട്ടിലെ ലോക്കൽ ബസ്സിലൊക്കെ ആദ്യമായിട്ടല്ലേ യാത്ര ചെയ്തതെന്ന് ഹരീഷ് ചോദിക്കേ. അതേന്ന് നിധിയും പറയുന്നുണ്ട്. അതോർത്തായിരുന്നു എന്റെയും വിഷമം. വളരെ വലിയ വീട്ടിൽ ജനിച്ചു വളർന്നൊരു കുട്ടി ഇവിടെ വന്ന് ബസ്സിലൊക്കെ പോയി കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് സുഭാഷ് ടെൻഷനോടെ പറയേ. അതോർത്താണ് ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. നിധി സമ്മതിക്കാത്തോണ്ടാണെന്ന് സുധീഷും പറയുന്നുണ്ട്. അതല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് ഇതാണ് സന്തോഷം. എനിക്കറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു പഠിക്കണ്ടേ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പൊ ബസ്സിലല്ലേ പോകുന്നത്, ഇനിയൊരു 2 വീലറൊക്കെ വാങ്ങി അതിൽ പോവാം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞൊരു കാറും വാങ്ങണം. അങ്ങനെ നിറയെ പ്ലാനുകളുണ്ട്. എനിക്കിതെല്ലാം ഇഷ്ടം തന്നെയാണ് എന്നവൾ പറയേ. ഓഫീസിലുള്ളവരെല്ലാം നല്ല ആൾക്കാരല്ലേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അതെ, അവിടെയുള്ളവരെല്ലാം നല്ല ആൾക്കാരാ. അവിടെ എനിക്കൊരു ഫ്രണ്ടിനെയും കിട്ടി. അവളും എന്റെ കൂടെ ബസ്സിലാ വന്നത്. അത് പുതിയതായി തുടങ്ങിയൊരു കമ്പനിയാ. പുതിയ പ്രോജക്റ്റ് എല്ലാം എടുക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. എന്നാലും ജോലി നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നിധി പറയേ. ശരി ശരി, സന്തോഷം മോളെ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് പോവുകയാ. അപ്പോഴാണ് നിധി ഉമ്മറത്തിരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനെ ശ്രദ്ധിക്കുന്നത്. അവൾ അച്ഛന്റെ അരികിലേക്ക് ചെന്ന്, ഞാൻ അച്ഛനോട് പലതവണ ചോദിച്ചതാ, വീണ്ടും അത് തന്നെയാ ചോദിക്കാനുള്ളത്. നികേഷിന്റെ അമ്മ എവിടെയാ ഉള്ളത് എന്നവൾ ചോദിക്കേ. എന്താ നിനക്ക് വേണ്ടത്? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അച്ഛനും ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഒച്ച വെക്കാതെ മെല്ലെ പറഞ്ഞാ മതി, കേൾക്കാമെന്ന് നിധി പറയേ. അച്ഛനും ശബ്ദം കുറച്ചുകൊണ്ട്, എന്തിനാ വീണ്ടും വീണ്ടും അതുതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. അവർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ എന്ന് നിധി ചോദിക്കുക. നീ അവൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ എന്നച്ഛൻ പറയേ. ഞാൻ ഇന്ന് അവരെ കണ്ടെന്ന് നിധിയും പറയുക. സംശയത്തോടെ അവളെ നിന്ന് നോക്കിക്കൊണ്ട്, നീ അവളെ എവിടുന്ന് കാണാനാ എന്ന് അച്ഛനും ചോദിക്കുക. ഇല്ല, ഞാൻ ഇന്ന് അവരെ കണ്ടു എന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട്. ചുമ്മാ നീ ഓരോ കഥ ഉണ്ടാക്കി പറയുകയാണോ എന്നച്ഛൻ ചോദിക്കുക. എനിക്കറിയാം, ഞാൻ അവരെ തന്നെയാ കണ്ടത്. ഞാനന്ന് ആ ഫോട്ടോയിൽ കണ്ടതല്ലേ. ഇന്ന് ഞാൻ കണ്ടതും അവര് തന്നെയാണെന്ന് നിധി തീർത്തു പറയും. അതെ, നീയും അവളും ഒരു 8-10 ദിവസം ഒന്നിച്ച് കഴിഞ്ഞതാണല്ലോ. അപ്പൊ പിന്നെ എവിടെ വെച്ച് കണ്ടാലും നിനക്ക് അവളെ മനസ്സിലാവുമല്ലോ. ചുമ്മാ ഓരോന്ന് പറയുക എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും, എനിക്കറിയാം അത് അവര് തന്നെയാണ്. അവര് തിരുവനന്തപുരത്ത് തന്നെയുണ്ടോ? എനിക്കവരെ ഫോളോ ചെയ്തു പോവാൻ കഴിഞ്ഞില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് അവര് തന്നെയാ. അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളത് നികേഷിനോട് പറഞ്ഞില്ല? അവൻ അവന്റെ അമ്മയെ കാണണ്ടേ എന്ന് നിധി ചോദിക്കാം. നോക്കുമോളെ, റോഡിൽ ആരെങ്കിലും കണ്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യരുത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാൻ വന്നിരിക്കുക. ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അത് നികേഷിന്റെ അമ്മയാണെന്ന് നിധിയും മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.